ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ, തുടങ്ങുമ്പോൾ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. വീരനും ശൂരനുമായ ഒരു സേനാപതിയെക്കുറിച്ചാണ് പറയുന്നത്, സേനാധിപൻ. നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അരാം രാജാവിൻ്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി അവൻ പരാക്രമശാലിയായിരുന്നു. ഞാനത് മുഴുവൻ വായിച്ചില്ല, പിന്നീട് വായിക്കാം. ഒരു മനുഷ്യൻ, അരാം രാജാവിൻ്റെ സേനാപതി, നല്ല അധികാരമുള്ളവൻ, നല്ല പദവിയുള്ള ഒരാൾ, രാജാവിൻ്റെ സേനാപതി. അദ്ദേഹത്തിൻ്റെ പേര് നയമാൻ എന്നാണ്. അദ്ദേഹത്തിന് ഒത്തിരി ക്വാളിറ്റി പറയാനുണ്ട്. അദ്ദേഹം മഹാനായിരുന്നു, അദ്ദേഹം സേനാപതിയായിരുന്നു, അദ്ദേഹം മാന്യനായിരുന്നു, പരാക്രമശാലിയായിരുന്നു. എന്തോരം ക്വാളിറ്റി! പക്ഷേ എഴുതിയിരിക്കുന്നു അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അതേ ഇവരെ ഇന്ന് പുറമേ പരാക്രമം കാണിക്കുന്ന അനേകർ ഉള്ളിൽ കുഷ്ഠമുണ്ട്. എന്താ ഈ വേദപുസ്തക പ്രകാരം കുഷ്ഠമെന്ന് പറയുമ്പോൾ അതൊരു രോഗം മാത്രമായിട്ട് ചിത്രീകരിക്കുന്നതല്ല. ഒരുപക്ഷെ ശരീരത്തിൻ്റെ രോഗമാണ്. മനസ്സിനോടോ ആത്മാവിനോടോ ചേർത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലെ കുഷ്ഠം, ആത്മാവിലെ കുഷ്ഠം, അത് പാപമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പുറമേ മാന്യതയും പുറമേ നല്ല പദവികളും അലങ്കരിക്കുന്ന അനേകരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ പാപകുഷ്ഠം നിറഞ്ഞിരിക്കുന്നു. നമ്മളൊന്ന് ചിന്തിക്കൂ. നമ്മൾ പുറമേ ചിരിക്കുമ്പോഴും ചില കാപട്യങ്ങളില്ലേ? നമ്മൾ പുറമേ സ്നേഹം ഭാവിക്കുമ്പോഴും ചില കൗശലങ്ങളില്ലേ? നാം പുറമേ ശാന്തരായിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കോപം ജ്വലിക്കുന്നില്ലേ? നാം മറ്റുള്ളവരോട് സ്നേഹത്തോട് ചിരിക്കുമ്പോഴും അവരെക്കുറിച്ചുള്ളതായി മുൻവിധികളും ഇഷ്ടക്കുറവുകളും മുഷിച്ചലുകളും നമ്മെ ഭരിക്കുന്നില്ലേ? പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ആത്മീയ കുഷ്ഠങ്ങളാണ്. പുറമേയുള്ള ചില പാപങ്ങൾ മാത്രമല്ല പാപങ്ങൾ. പുറമേയുള്ള മദ്യപാനമോ വെറുക്കൂത്തോ അല്ലെങ്കിൽ പോലിയോ അല്ലെങ്കിൽ കൊലപാതകമോ മദ്യപാനമോ ഇങ്ങനെയുള്ള ഏതാനും കാര്യങ്ങൾ മാത്രമല്ല പാപങ്ങൾ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യപാപങ്ങൾ, വാസ്തവത്തിൽ അതെല്ലാമാണ് ആത്മീയ കുഷ്ഠങ്ങൾ. ആത്മീയ കുഷ്ഠം പോകട്ടെ പ്രിയരെ, ഞാനത് തൊട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇദ്ദേഹം പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഈ കുഷ്ഠരോഗം മാറാൻ സാധ്യതയുണ്ടോ? അന്നത്തെ കാലത്ത് അത്ര എളുപ്പമല്ല. പക്ഷേ നാം താഴോട്ട് വായിക്കുമ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. ഇവിടെ കുഷ്ഠരോഗം ബാധിച്ചതായ നയമാൻ ഇപ്പോഴിതാ ശുദ്ധനായി തീർന്നിരിക്കുന്നു. അസാധ്യമായ കാര്യം ദൈവം സാധിപ്പിച്ചു കൊടുത്തു. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമാണെങ്കിലും, അതെത്ര സങ്കീർണമാണെങ്കിലും, അതെത്ര ആഴമുള്ളതാണെങ്കിലും, നിങ്ങൾ കടന്നു പോകുന്ന വഴി എത്ര പ്രയാസമുള്ളതാണെങ്കിലും, അത് മാറ്റി നിങ്ങൾക്ക് ഐശ്വര്യമുള്ളൊരു ജീവിതം തരാൻ, സമാധാനമുള്ളൊരു ജീവിതം തരാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് നിങ്ങളെ സമാധാനമുള്ള വഴിയിലൂടെ നടത്തുവാൻ യേശുക്രിസ്തുവിന് കഴിയും. യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ഹൃദയപ്പലകമേൽ അത് എഴുതിയിടണം പ്രിയരെ. എൻ്റെ യേശുവിന് അസാധ്യമായത് ഒന്നുമില്ല, ഒന്നുമില്ല. അത് സാമ്പത്തിക മേഖലയിൽ ഉള്ള പ്രശ്നമാകട്ടെ, രോഗത്തിൻ്റെ പ്രശ്നമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ, സഭാ തലത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ദൈവവേലയോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളാകട്ടെ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങളാകട്ടെ, അപ്പനും മക്കളുമുള്ളതായ പ്രശ്നങ്ങളാകട്ടെ, എന്ത് പ്രശ്നമാകട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ നയമാൻ വസിക്കുന്നതായ ഭവനത്തിൽ ഒരു ഇസ്രായേലി പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ എന്താണ് ചെയ്തത്? അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു, ഒരു പാവം വേലക്കാരി പെൺകുട്ടി. പക്ഷേ അവൾ ഈ നയമാന് രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. കൊച്ചു പെൺകുട്ടിയാണെങ്കിലും അത്രയും ഉന്നതനായ മനുഷ്യൻ്റെ പോരായ്മകളും അവൻ്റെ ബലഹീനതകളും ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. കാരണം അവൾ ദൈവജനത്തിൽപ്പെട്ടവളാണ്. സ്തോത്രം. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ട്, പക്ഷേ ഈ വിഷയത്തോട് ചേർത്തല്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടുകളയുകയാണ്. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൾ പറയേണ്ടത് പറഞ്ഞു.
സഹോദരീ സഹോദരങ്ങളെ, നാം പറയേണ്ടതുപോലെ പറയണം. പറയേണ്ട സമയത്ത് പറയണം. അനേകർ നമ്മുടെ ചുറ്റുപാടും പ്രയാസപ്പെട്ട് കഴിയുന്നു, ദുരിതത്തിൽ കഴിയുന്നു, വേദനയിൽ കഴിയുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു കഴിയുന്നു. ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കഴിയുന്നു. അവരുടെ അടുക്കൽ ചെന്നിട്ട് പറയണം, നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന്. അന്നാ പെൺകുട്ടി പറഞ്ഞത്, നയമാൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവളുടെ ആ പ്രവാചകനിൽ നിന്നുള്ളതായ ദൈവിക അനുഗ്രഹങ്ങൾ എന്തെല്ലാമെന്ന് അവൾ മനസ്സിലാക്കി. അതവൾ മറച്ചു വയ്ക്കാതെ പറഞ്ഞു. നാമും ആവശ്യക്കാരുടെ അടുക്കൽ, നിരാശപ്പെട്ട് കഴിയുന്നവരുടെ, ആത്മഹത്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ, ഭാരപ്പെട്ട് ഞെരങ്ങിയിരിക്കുന്നവരുടെ, അല്ലെ രോഗത്താൽ തളർന്നിരിക്കുന്നവരുടെ അടുക്കൽ ചെന്നിട്ട് പറയണം, യേശു ജീവിക്കുന്നുവെന്ന്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു 87 വയസ്സുള്ള ഒരു അമ്മച്ചി എന്നെ വിളിച്ചു. കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. മോനെ, എൻ്റെ 56 വയസ്സുള്ള എൻ്റെ ഒരു മോൻ മരിച്ചുപോയി. പാവം. ആ അമ്മ വിതുമ്പിക്കൊണ്ട് അങ്ങ് പത്തനംതിട്ട ഭാഗത്തു നിന്നാണ് വിളിച്ചത്. പത്തനംതിട്ടയോ കൊട്ടാരക്കരയോ. വിതുമ്പിക്കൊണ്ട് ആ അമ്മ വിളിച്ചു. ഞാൻ അമ്മച്ചിയെ വളരെ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. യേശുവിനെക്കുറിച്ച് പറഞ്ഞു, യേശുവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ ഫോണിലൂടെ തന്നെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എനിക്കൊരാശ്വാസമായി എന്ന്. ഞാനതൊരു ഭംഗിയായിട്ട് പറയുകയല്ല. നമ്മുടെ അടുക്കൽ ആര് വന്നാലും നാം യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. യേശുവിനോട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടത് പകർന്നു കൊടുക്കണം. യേശുവിനോട് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം വാങ്ങിക്കൊടുക്കണം. യേശുവിനോട് പ്രാർത്ഥിച്ച് അവരുടെ ഞെരുക്കം മാറ്റിക്കൊടുക്കണം. കാരണം നമുക്ക് സ്വന്തമായി യേശുവുണ്ട്. ഈ പാവം പെൺകുട്ടിക്ക് പ്രവാചകനെ അറിയാം. അവൾ മറച്ചു വയ്ക്കാതെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചുരുക്കി പറയട്ടെ, ഈ നയമാൻ വലിയൊരു പരിവാരത്തോടെ, രാജാവിൻ്റെ അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു. പ്രവാചകൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധമാകുമെന്ന് പറഞ്ഞു. 5:10. പ്രവാചകൻ വളരെ ലളിതമായ ഒരു കാര്യം പറഞ്ഞു. നീ യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി കുളിക്കുക, നിന്റെ രോഗം മാറും. വളരെ ലളിതം. പക്ഷേ ഈ നയമാന് ദേഷ്യം വന്നു. നയമാൻ ക്രുദ്ധിച്ചു. നയമാൻ ചിന്തിച്ചത് പ്രവാചകൻ അടുത്തെന്ന് കൈവച്ച് അവൻ്റെ രോഗം മാറ്റുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉദ്ദേശം പോലെ ആയിരിക്കണമെന്നില്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പല രീതിയും പ്രവർത്തിക്കാം. ചിലരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാം, ചിലരുടെ ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വരും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് സൗഖ്യം വരും, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യം ചിലപ്പോൾ നീണ്ടുപോയെന്നിരിക്കാം. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നയമാൻ ക്രുദ്ധിച്ച് പോയി, തിരിച്ചുപോയി, സൗഖ്യമില്ലാത്തവനായിപ്പോയി. നഷ്ടമാർക്കാണ്? പ്രവാചകനാണോ? അല്ല, നയമാന് തന്നെ. പക്ഷേ ഭാഗ്യവശാൽ നയമാൻ്റെ കൂടെയുള്ളതായ വിശ്വസ്തരായ ആളുകൾ നയമാന് ഉപദേശം കൊടുത്തു. അദ്ദേഹം അത് അനുസരിച്ചു. അങ്ങനെ പോയി 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങി. അതാണ് നാം ആദ്യം വായിച്ചത്, 14-ാമത്തെ വാക്യം. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി, അവൻ ശുദ്ധനായി തീർന്നു. സ്തോത്രം. കുഷ്ഠരോഗം നിമിഷ നേരം കൊണ്ട് മാറി. വചനമനുസരിച്ചാൽ അത്ഭുതം നടക്കും. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെയും അഭിഷിക്തന്മാരിലൂടെയും വരുന്ന വചനം, അല്ലെങ്കിൽ ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതായ വചനം, ലോഗോസ്, നാം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത്ഭുതം നടക്കുകയില്ല. മകനെ, നീ ബുദ്ധി കൊണ്ട് എന്തെല്ലാം ആലോചിച്ചാലും, ബുദ്ധി കൊണ്ട് എന്തെല്ലാം ചിന്തിച്ചാലും ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്നില്ല. പക്ഷേ നീ ജീവനുള്ള ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നിനക്ക് തന്നിരിക്കുന്ന ദൈവിക ദൂത്, സ്പെഷ്യൽ ദൂത്, റീമ, വ്യക്തിപരമായ ദൂത്, അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. അസാധ്യമായ കാര്യം സാധ്യമാകും. ആർക്കും മാറ്റാൻ കഴിയാത്ത കുഷ്ഠരോഗം അവൻ 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങി. ദൈവപുരുഷനിലൂടെ ദൈവം കൊടുത്ത വചനപ്രകാരം ആ മനുഷ്യൻ്റെ രോഗം മാറി. ഇവിടെയും അസാധ്യമായ കാര്യമല്ലേ ദൈവം സാധിപ്പിച്ചത്? കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ അസാധ്യമായ കുഷ്ഠരോഗം പോലെയുള്ളതായ ഏതെങ്കിലും പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളാകാം, നമ്മുടെ കോപമോ അഹങ്കാരമോ ആകാം, ഒരുപക്ഷെ നമ്മുടെ ചില ദുശീലങ്ങളാകാം, ചിലപ്പോൾ ചില കുടുംബ പ്രശ്നങ്ങളാകാം, ചിലപ്പോൾ ശരീരത്തിലുള്ള ചില രോഗങ്ങളാകാം, ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങളാകാം, ചിലപ്പോൾ കടബാധ്യതകളാകാം. ഏതു പ്രശ്നമാണെങ്കിലും എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരുന്ന ജീവനുള്ള ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ യേശുവിങ്കിലേക്ക് വരൂ.
ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ആ നയമാൻ എൻ്റെ യജമാനൻ ഒന്ന് ശബരിയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് പോയെങ്കിൽ, ഇന്ന് ഭാരത്താലും പ്രയാസത്താലും വലയുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് യേശുവിൻ്റെ അടുക്കൽ ഒന്ന് വന്നെങ്കിൽ, നിങ്ങൾ ഈ യേശുവിനെ ഒന്ന് സ്നേഹിച്ചെങ്കിൽ, നിങ്ങൾ ഈ യേശുവിനെ രക്ഷിതാം കർത്താവായി ഒന്ന് സ്വീകരിച്ചെങ്കിൽ, നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒന്ന് കൊടുത്തെങ്കിൽ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ആയുസ്സും ജീവനും കൊടുത്ത്, നിങ്ങളുടെ ഭാവി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നിങ്ങൾ യേശുവിന് വേണ്ടി ഒന്ന് ജീവിക്കാൻ ഒരു ആഴമേറിയ സമർപ്പണം എടുക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്നേ മാറിക്കൊണ്ടേനെ. അതേ പറയേ, നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്ക് സമാധാനമുള്ള, സന്തോഷമുള്ള, പ്രത്യാശയുള്ള ഒരു ജീവിതം കർത്താവ് തരും. നിങ്ങളുടെ രോഗങ്ങളും കർത്താവ് സൗഖ്യമാക്കും. നിങ്ങളുടെ കടബാധ്യതകളും കർത്താവ് മാറ്റും. ആത്മാവിലും ശരീരത്തിലും കർത്താവ് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തരും. അത് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ ഞങ്ങൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കൾ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. നിങ്ങൾ ഈ യേശുവുമായിട്ട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിച്ച് യേശുവിൻ്റെ സ്നേഹത്തിലും ബന്ധത്തിലും വളർന്നു വന്നാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങളും പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.